വുമൻസിന് അണ്ടർ 19 ഇപ്പൊ അടുത്തൊരു നടന്നൊരു സംഭവം ഉണ്ട്. അതായത് സാഫ് അണ്ടർ 19 കപ്പിൽ ഇപ്പൊ അടുത്ത് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരം ഉണ്ടായത്. മിക്ക ആൾക്കാരും അറിയുന്ന ആ സംഭവം. ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് വുമൻസ് മത്സരം ഉണ്ടായി, വുമൻസ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ കളി നടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ ഗോളടിക്കും. ഇന്ത്യ ലീഡ് നേടിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 93-ാം മിനിറ്റ് ആയപ്പോൾ എന്ത് ചെയ്ത് ബംഗ്ലാദേശ് ഒരു ഗോൾ അടിച്ചിട്ട് സമനിലാക്കിയിട്ട് കളി എന്തായി, പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. പെനാൽറ്റി ഷൂട്ടൗട്ട് എന്തായി 11-11. അതായത് രണ്ട് ടീമും ഫുൾ ഗോൾ അടിച്ച്, ഇന്ത്യ വരുന്ന ഗോൾ അടിക്കണേ, അതേപോലെ തന്നെ ബംഗ്ലാദേശ് വരുന്ന ഗോൾ അടിക്കുക. രണ്ട് ടീമും ഗോൾ അടിച്ച് അവസാനം 11-11 ഗോൾ കീപ്പർ വരെ ഒന്ന് ഗോൾ അടിച്ച്. സാധാരണ ഒരു ഘട്ടത്തിൽ, സാധാരണ ഒരു കളിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? മലപ്പുറം കാക്കൊക്കെ എന്ന് തോന്നുന്നു 11 പ്ലേയേഴ്സും ഗോൾ അടിച്ച് രണ്ട് ടീമുകളിൽ നിന്നും. പിന്നെന്താ ഉണ്ടാവുക? പിന്നെ എന്താണ്, നാട്ടിൻപുറത്തെ കളിയാണെങ്കിൽ ടോസ് ഇട്ട് വെക്കും. മറ്റേടത്താണെങ്കിൽ പ്രൊഫഷണൽ കളിയിൽ എന്തുണ്ടാവുക? പ്രൊഫഷണൽ കളിയിൽ എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യാം. അതെ, തുടർന്നുകൊണ്ടിരിക്കും. അതായത് ഒരു എന്താണ് വിജയെ കണ്ടുപിടിക്കണവരെ ഇത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. എത്ര വേണേൽ റിപ്പീറ്റ് അടിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് സാധാരണ പ്രൊഫഷണൽ കളി നടക്കുക. പക്ഷെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്ന നാട്ടുമ്പുറത്തെ കളിയൊക്കെ പരിപാടി മാതിരി റഫറി പറഞ്ഞ 11 അടിച്ചില്ലേ, നിങ്ങൾ പോരെ. റഫറി ഏതാ നാട്ടുമ്പുറത്ത് നിന്ന് എടുത്തുകൊണ്ടാ തോന്നുന്നത്, എന്താണെന്ന് അറിയില്ല. റഫറി എന്ത് പറഞ്ഞു, എന്തായാലും 11 അടിച്ചില്ലേ, നമുക്ക് ടോസ് കാരണം ബംഗ്ലാദേശ് പ്ലേയേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സും റെഡി ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്ത് ടോസ് ഇടാൻ തീരുമാനിച്ചു. ടോസ് ഇട്ടപ്പോൾ എന്തായത്, ഇന്ത്യ ജയിച്ചു. ജയിച്ചപ്പോൾ ബംഗ്ലാദേശ് ഫാൻസുകാരൊക്കെ എന്ത് ചെയ്ത് കല്ലും അതേപോലെ തന്നെ ചെരുപ്പൊക്കെ എടുത്തിട്ട് ഈ പ്ലേയേഴ്സിന്റെ മേത്തേക്കും അതേപോലെ തന്നെ ഗ്രൗണ്ടിൽ കയറിയിട്ട് തുടങ്ങി. എന്തെങ്കിലും ഒരു കാട്ടണം. അതായത് അവർക്ക് അത്രക്കും ഇതായി. എന്താ ഒരു കളിയുടെ എന്താണ് വിന്നർ ടോസ് എടുത്ത് തീരുമാനിക്കുക പറഞ്ഞാൽ എത്ര അൺപ്രൊഫഷണൽ ആണ് ആ സംഭവം. അത്രയും വലിയൊരു മോശം സംഭവമല്ല ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ റഫറിക്ക് എന്ത് മനസ്സിലായി, ഇത് നാടൻ ഫുട്ബോൾ അല്ല, അല്ലെങ്കിൽ ഇത് നാട്ടിൻപുറത്തെ ഫുട്ബോൾ അല്ല എന്ന് മനസ്സിലായപ്പോൾ റഫറി എന്ത് ചെയ്ത്, റഫറി നൈസായിട്ട് പറഞ്ഞ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, എന്ത് ഇന്ത്യനെയും ബംഗ്ലാദേശിനും എന്ത് ചെയ്യുക, ജോയിന്റ് വിന്നേഴ്സായി പ്രഖ്യാപിക്കാൻ രണ്ടാൾക്കും കൂടിയിട്ട് ഒരുമിച്ച് ആ ഒരു കപ്പ് വീതിച്ച് നൽകി. അതാണ് അവിടെ ഉണ്ടായത്. ഒന്ന് ആലോചിച്ച ഒരു അവസ്ഥ. അതിനായിട്ട് ഒന്നും പറയണ്ട. എറിയാനകത്തിന് കൈ വടി കൊടുത്ത പോലെ ഉണ്ടാവും എന്നൊക്കെ പറയാനുള്ളൂ. അല്ലാതെ പിന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നു പ്രൊഫഷണൽ ഫുട്ബോൾ നടന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. വുമൻസ് ഫുട്ബോൾ ആരും കാണില്ല. ഇവരൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ടാവുന്ന സംശയമാണ്. വുമൻസ് ഫുട്ബോൾ എന്തിനും വുമൻസ് പോലും കാണുന്നുണ്ടോ സംശയമാണ്. അപ്പോ എന്താ പറയാ, നാട്ടിൻപുറത്ത് കളിയിൽ ടോസ് ഇട്ടിട്ട് ജയിക്കണ പോലെ എങ്ങനെ ചെയ്യാൻ പറ്റും? തികച്ചും എന്താണ് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഷൂട്ട് ഔട്ട്, ഒരു ടൈം ബ്രേക്കർ അങ്ങനെ തുടർന്ന് പോവുകയാണ് വേണ്ടത്. അതിലൂടെയാണ് വിജയനെ പ്രഖ്യാപിക്കേണ്ടത്. ഈ ഒരു കാര്യം ഭയങ്കര എന്താ പറയാ, ഭയങ്കര ലജ്ജാവഹം അങ്ങനെ പ്രവർത്തിയ റഫറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഭയങ്കര ഷെയിമാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊന്നും കൂടുതൽ പ്രോത്സാഹിപ്പിക്കരുത്. എല്ലാ കാര്യങ്ങളും ആ ഒരു ഫുട്ബോൾ ഡിഗ്നിറ്റിയും അപ്പൊ ഒരു പ്രൊഫഷണലിസം എപ്പോഴും കീപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം.